ഹായ് എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ആ ദിവസങ്ങളിൽ ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ. ഞാൻ എല്ലാ വർഷവും ഓരോ വീഡിയോ വെച്ച് ചെയ്യുന്നതാണ്. ഈ വർഷം അത് തെറ്റിക്കേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി നമുക്ക് കുറേ അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചിലത് നമ്മൾ തലേ ദിവസങ്ങളിൽ ഉണ്ടാക്കി വെക്കാറുണ്ട്, ചിലത് ആ ദിവസങ്ങളിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാൻ തലേ ദിവസം ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നും തലേ ദിവസം ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ദിവസത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ സിസ്റ്റത്തിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് ഈസി ആവും. അതുപോലെ തന്നെ നമ്മൾ വെറുതെ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, നല്ല ടേസ്റ്റിൽ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആണെന്ന് മറ്റുള്ളവർ പറയുകയും ചെയ്യും. ആ രീതിയിലുള്ള റെസിപ്പികൾ ഏതാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് നിർദ്ദേശിക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും എല്ലാം ഒന്ന് കാണിച്ചും പറഞ്ഞും തരാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പ്ലേലിസ്റ്റാണിത്. ഇതിലൊരു 116 റെസിപ്പി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ അകത്ത് എല്ലാം ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരുമല്ല. അതിൽ കുറച്ച് മോർ ടേസ്റ്റി ആയിട്ട്, എല്ലാം ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ് തന്നെയാണ്, ഒന്നിനും ഒരു ടേസ്റ്റ് കുറവില്ല. പക്ഷേ കുറച്ച് കൂടുതൽ ടേസ്റ്റുള്ള ഡിഷസ് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, കഴിക്കുന്നവർക്കും കിട്ടും. അപ്പം അങ്ങനെയുള്ള കുറച്ച് റെസിപ്പീസ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം. അപ്പോൾ അതിന് ഞാൻ ക്യാമറ ഇങ്ങോട്ടൊന്ന് വെക്കട്ടെ. ഇത് ചിക്കൻ സ്റ്റൂ ആണ്, അതായത് നാടൻ ചിക്കൻ സ്റ്റൂ. നോർമലി ഓതൻറ്റിക് രീതിയിൽ എങ്ങനെ അത് ചെയ്യുന്നതെന്നുള്ള ചിക്കൻ സ്റ്റൂ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ചിക്കൻ മപ്പാസ് ഉണ്ട്, അതുപോലെ ചിക്കൻ കുറുമയുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ചിക്കൻ സ്റ്റൂവും കൂടി ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം തയ്യാറാക്കി നോക്കാം. പാലപ്പം, അപ്പം, ബ്രെഡ്, ഇതിൻ്റെ കൂടെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ഡിഷസാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ടേസ്റ്റുള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിക്കൻ മപ്പാസാണ്. അത് ഞാൻ എല്ലാ പ്രാവശ്യവും എപ്പോഴും പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ മപ്പാസിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഒരു ഫിഷ് മോളിയുടെ റെസിപ്പി ഉണ്ട്. ഫിഷ് മോളി അടിപൊളിയാണ് കേട്ടോ. ഫിഷ് മോളി ചിലർക്ക് ഫിഷ് മോളി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഫിഷ് മോളി എടുത്ത് പറയാത്തത്. പക്ഷേ കോട്ടയം സൈഡിലോട്ടൊക്കെ ഫിഷ് മോളിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്, അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഈ ഈസ്റ്ററിനും ക്രിസ്മസിനൊക്കെ കഴിക്കുന്നത്. അതുപോലെ ഒരുപാട് ചിക്കൻ കറികളുണ്ട്. വെള്ള ചിക്കൻ കറി എന്ന് പറഞ്ഞ ചിക്കൻ കറി ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. ഇത് സ്റ്റാർ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു പേരിട്ട് കൊടുത്തതാണ്. ഇതൊരു അടിപൊളി ചിക്കൻ കറിയാണ്. ഇതല്ല, ഈ പറയുന്ന എല്ലാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ചിക്കൻ മപ്പാസ് അല്ലെങ്കിൽ നിങ്ങൾ അഡിക്റ്റാക്കി പോകുന്ന ഒരു ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഇത് നല്ല റെസിപ്പിയാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്യാറാക്കി നോക്കാം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ തന്നെ നമ്മുടെ നാടൻ ബീഫ് കറി അല്ലെങ്കിൽ നാടൻ ചിക്കൻ കറി, അങ്ങനെ മുളക് പൊടി ചേർന്ന കറികളുണ്ടല്ലോ, അതും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ചിക്കൻ മപ്പാസ്, പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം, ഇതായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രേക്ക്ഫാസ്റ്റ് മനസ്സിലായല്ലോ, ഈസിയാണ്. എന്തെങ്കിലും ഒരു അപ്പമോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ, ഇതെല്ലാം ഞാൻ കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ നല്ല ടേസ്റ്റായിട്ട് മുട്ടക്കറിയുണ്ട് കേട്ടോ. ഒരു മുട്ടക്കുറുമാന്ന റെസിപ്പി ഉണ്ട്, അതുപോലെ നാടൻ മുട്ടക്കറിയുണ്ട്. പിന്നെ ഗ്രേവിക്ക് പോലും ടേസ്റ്റ് പോകുന്ന ഒരു മുട്ട റോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലതായിട്ട് യോജിച്ചു പോകുന്ന കറികളാണ്. അപ്പോൾ എളുപ്പത്തിന് ചിലപ്പോൾ സമയമില്ലാത്തവർക്കൊക്കെ ഈ മുട്ടക്കറികളും തയ്യാറാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടമുള്ളത് ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് റെഡിയാക്കാം. ഒരുപാട് കറികളുണ്ട്, ആ ഒരു പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇനി ക്രിസ്മസ് ലഞ്ച്. ഇപ്പോൾ ലഞ്ച് തയ്യാറാക്കാൻ ഒരുപാട് റെസിപ്പീസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ലഞ്ചിന് നമ്മൾ നാടൻ ലഞ്ചിനെ കുറിച്ചാണ് ആദ്യം സംസാരിക്കുന്നത് കേട്ടോ. അപ്പം നാടൻ ലഞ്ച് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ സാധാരണ ചോറിൻ്റെ കൂടെ ഇത് ബീഫ് ഉലർത്തിയതെടുക്കാം. ഓക്കെ, ബീഫ് ഉലർത്തിയത് ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തോളൂ, അടിപൊളിയാണ്. ബീഫ് ഉലർത്തിയത്, പിന്നെ അല്ലെങ്കിൽ ഒരു ബീഫ് കറി, അതായത് ബീഫ് കറി വെച്ചിട്ട് കുറച്ചെടുത്ത് ഫ്രൈ ചെയ്താലും മതി കേട്ടോ. അതും ഇതിൻ്റെ റെസിപ്പി കിടപ്പുണ്ട്.
പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു മോര് കറി, ഈ ഒരു മോര് കറി, പിന്നെ ഒരു കടുമാങ്ങ അച്ചാർ, പിന്നെ ചിക്കൻ ഫ്രൈ. ഈ ഒരു ചിക്കൻ ഫ്രൈ ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ നല്ല മീൻ കറിയും, അതുപോലെ ഒരു മീൻ വറുത്തതും. അപ്പം മീൻ കറിയും മീൻ വറുത്തതിൻ്റെ ഇതിൻ്റെ അകത്ത് റെസിപ്പികൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം. അതുപോലെ ഇത് നാടൻ ബീഫ് കറിയുടെ റെസിപ്പി ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഇതെല്ലാം നമ്മുടെ നാടൻ ഊണിൻ്റെ കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷൻസാണ്. കൂട്ടത്തിൽ ഇവിടെ ഒരു കറിയുണ്ട്, മണം കൊണ്ട് പോലും ചോറുണ്ണാൻ പറ്റുന്ന വാഴയ്ക്ക കറി, അതായത് കേരള സ്റ്റൈൽ കായ എരിശ്ശേരി എന്ന് പറയും. ഇത് നമ്മുടെ പച്ച ഏത്തക്ക അഥവാ നേന്ത്രക്കായ വെച്ചുണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. എൻ്റെ പിള്ളേരെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ഒരു കറിയാണ്, ചോറുണ്ണാൻ അടിപൊളിയാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളുടെ ഒഴിച്ച് കറി ഇതായിരിക്കട്ടെ കേട്ടോ. ഇതുപോലെ വേറെ 2-3 കറിയും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് നല്ലൊരു അടിപൊളി കറിയാണ്. അങ്ങനെ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പച്ചടി വേണം കേട്ടോ. ഞങ്ങൾ പച്ചടി ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാറുണ്ട്. ഞാനൊരു പച്ചടി ഈ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇഞ്ചി വെച്ചൊരു പച്ചടി. ഇതേണ്ട ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന തൊടുകറി എന്ന് പറഞ്ഞുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഞാൻ വെച്ചിരിക്കുന്നതാണിത്. ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണിത്. അപ്പോൾ ഒരു പച്ചടിയും നിങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കണം. പിന്നെ വാഴക്കൂമ്പ് തോരൻ അല്ലെങ്കിൽ വാഴയ്ക്ക തോരൻ. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ പണ്ടത്തെ കാലത്തെ കല്യാണ സ്പെഷ്യൽ തോരനായ, അതായത് ഉണക്ക ചെമ്മീനും ക്യാബേജും കൂടെ ചേർന്നിട്ടുള്ള തോരൻ. ഇതിലേതെങ്കിലും തോരൻ. ഇനി അതും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ലൊരു നീളം പയർ തോരൻ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ കേരള സ്റ്റൈൽ വാഴയ്ക്ക തോരൻ, വാഴയ്ക്ക മാത്രം വെച്ചുള്ള തോരനുമുണ്ട്. ഇതേത് വേണമെങ്കിലും തോരൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഒരു മെഴുക്ക് പുരട്ടി ഇതിൻ്റെ അകത്തുണ്ട്. അതായത് വാഴയ്ക്കായും കടലയുടെ ചേർത്തൊരു മെഴുക്ക് പുരട്ടി, അതും ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ചോറിൻ്റെ കൂടെ. അപ്പോൾ ഒഴിച്ചു കറിക്ക് ഒരു പരിപ്പ് കറിയുണ്ട്. അതായത് ക്രിസ്മസിന് ഈ കറിയും നെയ്യും പപ്പടവും കൂട്ടി ഒരു പിടി പിടിക്കണമെന്ന് പറഞ്ഞൊരു ക്യാപ്ഷന് ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. അതായത് ചെറുപയർ അലകാക്കി പൊടിക്കുന്ന ചെറുപയറിൻ്റെ കറിയാണിത്. നല്ലൊരു സൂപ്പർ കറിയാണ്. അപ്പം ഏകദേശം കറിയും തോരനും മെഴുക്ക് പുരട്ടിയും മീൻ കറിയും മീൻ വറുത്തതും പച്ചടിയും ചിക്കൻ ഫ്രൈയും ബീഫ് ഉലർത്തിയതും ഇത്രയൊക്കെ മതി നമ്മുടെ സാധാരണ ഒരു നാടൻ ലഞ്ചിന്. ഓക്കെ. പിന്നെ കറിയുടെ കൂട്ടത്തിൽ ഒരു കറി ഇതിൻ്റെതുണ്ട്. അതായത് വാഴയ്ക്കായും വൻപയറും കൂടെ ചേർത്തൊരു കറി. ആ കറി നല്ല ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിയായിട്ട് നല്ലതാണ്. ഞാനൊരു ദിവസം ലുലുവിൽ പോയപ്പോൾ ഒരു ചേച്ചി ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആ ഒരു കറിയുണ്ട്, അത് ഞാൻ ആഴ്ചയിൽ 3 ദിവസം ഉണ്ടാക്കും, അത്രയ്ക്ക് ടേസ്റ്റാണെന്ന്. ആ കറിയും നമ്മുടെ ഒഴിച്ചു കറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഒരു 3 കറിയിൽ ഏത് കറി വേണേലും നിങ്ങൾക്ക് ഈ ഒരു ലഞ്ചിൻ്റെ കൂടെ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഈ അടുത്തത് ബിരിയാണി. അപ്പോൾ ബിരിയാണി ഞാനിവിടെ ബീഫ്, ചിക്കൻ, മട്ടൻ, പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫിഷിൻ്റെ ബിരിയാണി ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല പെർഫെക്റ്റ് ടേസ്റ്റിലുള്ള ബിരിയാണിയാണ് കേട്ടോ. നിങ്ങൾക്കൊരു നല്ല മടുക്കാത്ത, അതുപോലെ മസാലയൊക്കെ കൃത്യമായ രീതിയിൽ നല്ലൊരു ബിരിയാണിയാണ്. ഞാൻ എല്ലാ ബിരിയാണിയും ചെയ്തിരിക്കുന്നത്. 5 പേർക്കും 10 പേർക്കും ഉള്ള അളവിനെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 25 പേർക്കുള്ള ഒരു ചിക്കൻ ബിരിയാണിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ. അത് എഡിറ്റ് ചെയ്ത് തീർന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പരിപാടി തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് അത് ഇടാം കേട്ടോ. പിന്നെ അതുപോലെ ഈ ലഞ്ചിന് വേറൊരു സംഭവമുണ്ട് കേട്ടോ, അത് എടുത്തു പറയണം. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ പലയിടത്തും കാണും കേട്ടോ. അപ്പം അതിൻ്റെ ജില്ലയിലെ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയ വിരുന്നുകൾക്ക്, സൽക്കാരങ്ങൾക്കൊക്കെ ഒരു നാടൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. ആ ഒരു നാടൻ ഫ്രൈഡ് റൈസും അതിൻ്റെ കൂട്ടത്തിലൊരു സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ട്. ഞാനിതിൽ അത് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ പേരത് ഉണ്ടാക്കിയിട്ട് അവർക്ക് വാക്കുകളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റിന്. അപ്പം ഞാനത് ആദ്യം ഇത് രണ്ടും കൂടെ ചേർത്തപ്പം എനിക്ക് സമയമില്ലാതെ ഞാൻ എഡിറ്റ് ചെയ്തപ്പം നിങ്ങളത് മനസ്സിലാവാഞ്ഞിട്ട് ഞാൻ വീണ്ടും ആ റെസിപ്പി സെപ്പറേറ്റ് ആയിട്ടും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാം കേട്ടോ. അത് ഞാനത് കാണിച്ചു തരാമേ. ഇതാണ് സംഭവം. എൻ്റെ പടം ഒന്ന് നോക്ക് നിങ്ങൾ. ഇതിനകത്ത് എഡിറ്റിംഗ് ഒന്നുമില്ലത്. അതിൻ്റെ അതേ കളറ്, ഒറിജിനൽ കളറാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റൈസിൻ്റെ കൂടെ ഇട്ടപ്പം ചിലർക്ക് മനസ്സിലായില്ല, റെസിപ്പി കൃത്യമായിട്ട് മനസ്സിലായില്ല. കാരണം സമയമില്ലാത്തതുകൊണ്ട് സ്പീഡിൽ എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റായിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ സെപ്പറേറ്റായിട്ട് ഇട്ടിട്ടുണ്ട്, കോമ്പിനേഷനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതുണ്ടാക്കുന്ന വീഡിയോ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയാൽ മതി. ചിക്കൻ റോസ്റ്റും റൈസിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ അതാണ്ട് ഇതാണ് ഉള്ളിക്ക് പോലും മാന്ത്രിക രുചിയുള്ള ചിക്കൻ റോസ്റ്റ്, പാർട്ടി ഫ്രൈഡ് റൈസ് പ്ലസ് ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞ് ഞാനിട്ടൊരു വീഡിയോ ആണ്. കണ്ടോ, ഇത് ഈ പത്തനംതിട്ട സ്റ്റൈൽ അല്ലെങ്കിൽ പാർട്ടി സ്റ്റൈല് ഫ്രൈഡ് റൈസ് ആണിത്. സിമ്പിൾ, പക്ഷെ അതുപോലെ നല്ല ടേസ്റ്റാണ്. ഒരുമിച്ച് കോമ്പിനേഷനും കൂടെ വരുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഞാനതിൻ്റെ കോമ്പിനേഷൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണോ, അതായത് ആ ചിക്കൻ റോസ്റ്റും ഒരു ചെള്ളാസും അതുപോലെ കട്ട്ലൈറ്റിൻ്റെ കൂടെ ഒരു ചെറിയൊരു ലൈറ്റായിട്ടൊരു ഉള്ളി സാലഡും പിന്നെ ഈ ഒരു ഫ്രൈഡ് റൈസും. ഇതൊരു ലഞ്ച് കോംബോയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിന്നറിന് ഉപയോഗിക്കാം. അപ്പോൾ ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് വേറെ ഒന്നും തയ്യാറാക്കിയില്ലെങ്കിൽ ഇത് തയ്യാറാക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇനി അതുപോലെ വേറെ കറികളൊന്നും തയ്യാറാക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ അളവിലും കൊടുത്തിട്ടുണ്ട്, കുറച്ചളവിലും കൊടുത്തിട്ടുണ്ട്. നെയ്ച്ചോറിന് അതിൻ്റെ കൂടെ കറികളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറികൾ തയ്യാറാക്കാം. പക്ഷേ ഇച്ചിരി സമയമെടുക്കുമെങ്കിലും ഏറ്റവും അടിപൊളിയായിട്ടൊരു കറിയുണ്ട് എൻ്റെ കൂട്ടത്തിൽ, അതായത് വറുത്തരച്ച ചിക്കൻ കറി. ഇനി അതും അല്ലെങ്കിൽ ഞാൻ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ബട്ടർ ചിക്കനും ചില്ലി ചിക്കനും ഒക്കെ റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ ഇതിലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചില്ലി ചിക്കൻ, നെയ്ച്ചോറ് 2 കൊടുത്തിട്ടുണ്ട്, 2 റെസിപ്പി കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റർ സ്പെഷ്യൽ വറുത്തരച്ച ചിക്കൻ കറി നട്ടിരിക്കുന്നത് ഈസ്റ്ററിന് ഞാനിട്ടൊരു വീഡിയോ ആണിത്. അതുപോലെ ബിരിയാണി ഉണ്ടാക്കുവാണെങ്കിൽ പല ബിരിയാണികളുണ്ട്. ഇത് എസൻസും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കളറും ഒന്നും ഇല്ലാതെ ഇതൊരു നല്ലൊരു ബിരിയാണിയാണ്, ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അത് കുറച്ച് പേർക്ക് 4-5 പേർക്കുള്ളൊരു എമൗണ്ടിൽ ചെയ്തതാണ്. അതുപോലെ അങ്ങനെ എല്ലാ കറികളും മീൻസ് നിങ്ങൾക്കൊരു സൂപ്പ് വേണമെങ്കിൽ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഇതിലിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം നോക്കിയിട്ട് തയ്യാറാക്കാം. ബട്ടർ ചിക്കനുണ്ട്, പിന്നെ ബീഫ് ബിരിയാണി. ഇതൊരു 15 പേർക്കുള്ള അളവിലുള്ള ബീഫ് ബിരിയാണിയാണ് കേട്ടോ. അതുപോലെ മട്ടൺ ബിരിയാണി അതുപോലെ തന്നെയുണ്ട്, മട്ടൺ ബിരിയാണി. അതുപോലെ തന്നെ ഈ റീസെൻ്റായിട്ട് കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഫിഷ് ബിരിയാണി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കാര്യം ഇവിടെ പറയാം. അപ്പം തലേ ദിവസം ഇങ്ങനെ ചെയ്താൽ ക്രിസ്മസ് ദിവസം എളുപ്പമാണെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതും ഈ പ്ലേലിസ്റ്റിലുണ്ട്. അതായത് നമ്മൾ തലേ ദിവസം കട്ട്ലറ്റിന് എന്തെല്ലാം ഉണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ ഉള്ളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്നുള്ളൊരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗമാകും. നിങ്ങളിത് ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, സൂപ്പർ ഷേപ്പിൽ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി അതും ഈ വീഡിയോ ഇത് നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഈസി ആയിട്ടൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ ഇത് ഉപകരിക്കും. ഇതുപോലെ 2-3 വീഡിയോ അങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതും തയ്യാറാക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ലഞ്ചിന് നിങ്ങൾക്ക് ഫുഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഫ്രൂട്ട് സലാഡ് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ഇതാണ്. പണ്ട്, അതായത് നമ്മുടെയൊക്കെ കുഞ്ഞു നാളിൽ അന്ന് ഈ ഐസ്ക്രീമൊക്കെ അങ്ങനെ റെയറായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴല്ലേ ഐസ്ക്രീമൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നത്. അന്ന് ചോറും പിന്നെ ഇച്ചിരി തൈരും, അല്ലെങ്കിൽ ഇച്ചിരി തൈര് കട്ടി കുറച്ചിട്ട് ചെറിയ രീതി മോര് പോലെ ആക്കിയിട്ട് അങ്ങനെ, എന്നിട്ട് ഒരു പൂവമ്പഴവും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് ഇങ്ങനെ ഇലക്കകത്തിട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ച് കഴിക്കുമായിരുന്നു. കാണുന്നവർക്കത് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ കഴിക്കുന്നവന് ഭയങ്കര ടേസ്റ്റായിരിക്കും. ഞാൻ നാട്ടിൽ പോകുമ്പോഴേക്കും അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അതായിരുന്നു ക്രിസ്മസിനായാലും ഈസ്റ്ററിനായാലും നമ്മൾ ഒരു ലഞ്ച് കഴിഞ്ഞിട്ട് ഒരു മധുരത്തിന് വേണ്ടി കഴിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ലഞ്ച് കാണിച്ചു തന്നു. നിങ്ങൾക്ക് ബിരിയാണി വേണമെങ്കിൽ, അല്ലെങ്കിൽ നാടൻ ഊണ് വേണമെങ്കിൽ, അതും അല്ലെങ്കിൽ നെയ്ച്ചോറ് വേണമെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് നോക്കി തയ്യാറാക്കാവുന്നതാണ്. ഒരു റെസിപ്പി പോലും നിങ്ങൾക്ക് ഫെയിൽ ആവത്തുമില്ല, ടേസ്റ്റ് കുറയത്തുമില്ല. കുറച്ച് നിങ്ങൾ കഴിക്കുന്നതിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് തോന്നുകയും ചെയ്യും. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ ഇനിയിപ്പോൾ ഡിന്നറെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ ഈ ഉണ്ടാക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് ഡിന്നറിൽ ഞങ്ങൾ എടുക്കാറുള്ളത്. ഇനി രാവിലെയും ഉച്ചയ്ക്കും എല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ക്ഷീണമായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ലഞ്ചിനുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഡിന്നറിനും കഴിക്കുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് വേണമെങ്കിൽ വൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വൈൻ സെർവ് ചെയ്യാം, കട്ട്ലറ്റ് സെർവ് ചെയ്യാം,
പ്ലം കേക്ക് സെർവ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പം ഈ ഒരു പ്ലേലിസ്റ്റിൽ ഒരു 116-117 റെസിപ്പീസ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് അതനുസരിച്ച് ചെയ്യണം. പിന്നെ ക്രിസ്മസ് ദിവസം ഒരു നാടൻ ലഞ്ച് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ക്യാപ്ഷൻ ഞാൻ ആ തംബ്നെയിലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്യുക, ക്രിസ്മസ് എൻജോയ് ചെയ്യുക.